ഇന്ന് നമുക്ക് ഇങ്ങനൊരു കേക്കാണ് കേട്ടോ ചെയ്തെടുക്കാനുള്ളത്. അതിനായിട്ട് ആദ്യം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് കേക്ക് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ക്രീമിട്ട് സ്ട്രോബെറി ക്രഷ് ഇട്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കേക്കിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്ത് 1 മണിക്കൂറെങ്കിലും ക്രം കോട്ട് ചെയ്ത് കേക്കിനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇനി ഇതിനെ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അടുത്തൊരു ടാസ്ക്കാണ് പിക്ചേഴ്സിനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ ഓരോ പിക്ചറിനെയും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി അതിനെ നമ്മൾ കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇന്ന് നമുക്ക് ഇങ്ങനൊരു കേക്കാണ് കേട്ടോ ചെയ്തെടുക്കാനുള്ളത്. അതിനായിട്ട് ആദ്യം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് കേക്ക് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ക്രീമിട്ട് സ്ട്രോബെറി ക്രഷ് ഇട്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കേക്കിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്ത് 1 മണിക്കൂറെങ്കിലും ക്രം കോട്ട് ചെയ്ത് കേക്കിനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇനി ഇതിനെ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അടുത്തൊരു ടാസ്ക്കാണ് പിക്ചേഴ്സിനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ ഓരോ പിക്ചറിനെയും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി അതിനെ നമ്മൾ കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.